ഹായ് വസീം, അടുത്തിടെ ശ്രീലങ്കയിൽ വെച്ച് നടന്ന ഏകദിന പരമ്പരയുടെ ഫലം എന്തായി? ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. അവിടെയെല്ലാം നന്നായി പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഏറെക്കാലമായി നിലനിൽക്കുന്ന വസീം ജാഫർ മൈക്കിൾ വോൺ പോര് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തലപൊക്കുകയാണ്. എക്സിൽ ഇരുവരുടെയും സംവാദങ്ങൾ ഏറെ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കാറ്. ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിലെ ഇന്ത്യയുടെ തോൽവിക്ക് പിറകെ വസീമിനെ ചൊറിഞ്ഞ് കഴിഞ്ഞ ദിവസം വോൺ രംഗത്തെത്തിയതോടെ ഇരുവരുടെയും സോഷ്യൽ മീഡിയ യുദ്ധത്തിന് വീണ്ടും തുടക്കമായി. വസീമിനോട് ചോദിക്കൂ എന്ന ഹാഷ്ടാഗിൽ ആരാധകരുമായി സംവദിക്കുന്ന മുൻ ഇന്ത്യൻ താരത്തിന്റെ ട്വീറ്റ് പങ്കുവച്ച് മൈക്കിൾ വോൺ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് മുന്നിൽ അടിയറ വെച്ച പരമ്പരയെക്കുറിച്ച് ചോദിച്ചാണ് ഇക്കുറി ട്രോളിയത്. വോന്റെ പരിഹാസ ചൊവ്വയുള്ള ട്വീറ്റിന് വസീമിന്റെ വായടപ്പൻ മറുപടി ഉടനെത്തി. ആഷസിനെ കുറിച്ച് പറഞ്ഞ് ഞാനിതിനെക്കുറിച്ച് വിശദീകരിക്കാം മൈക്കിൾ. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇംഗ്ലണ്ട് ആസ്ട്രേലിയൻ മണ്ണിൽ എത്ര ടെസ്റ്റ് മത്സരം ജയിച്ചോ അത്രയും കളികൾ ഇന്ത്യ ശ്രീലങ്കയിൽ ജയിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടെ ആസ്ട്രേലിയയിൽ അരങ്ങേറിയ ആഷസ് പരമ്പരകളിൽ ഒരു മത്സരം പോലും ജയിക്കാൻ ഇംഗ്ലീഷ് സംഘത്തിനായിട്ടില്ല. മുൻ ഇന്ത്യൻ താരത്തിന്റെ മറുപടി ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നേരത്തെയും വോന് വസീം നൽകിയിട്ടുള്ള രസകരമായ മറുപടികളെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു. കഴിഞ്ഞ T20 ലോകകപ്പിന് മുമ്പ് ഇന്ത്യയെ ഒഴിവാക്കിയാണ് വോൻ സെമി ലൈന് പ്രവചിച്ചത്. ആസ്ട്രേലിയ, ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്, ദക്ഷിണാഫ്രിക്ക ടീമുകൾ സെമിയിലെത്തും എന്നായിരുന്നു വോന്റെ പ്രവചനം. എന്നാൽ സെമിയിൽ ഇന്ത്യ എത്തുകയും ഇംഗ്ലണ്ടിനെ തന്നെ തോൽപ്പിച്ച് ഫൈനലിൽ പ്രവേശിക്കുകയും ചെയ്തതോടെ മുൻ ഇംഗ്ലീഷ് താരം ഏറലായി. വോന്റെ പ്രവചനം പങ്കുവച്ച് വസീമിന്റെ മറുപടി എത്തി. നന്ദി വോൻ, നിങ്ങളുടെ സംഭാവന ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടില്ല. ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് സ്വയം ഓർഡർ ചെയ്ത് കഴിച്ചോളൂ. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന ഗൂഗിൾ സെർച്ച് സ്ക്രീൻഷോട്ട് പങ്കുവച്ചായിരുന്നു വസീമിന്റെ മറുപടി. എന്നാൽ ഇതുകൊണ്ടൊന്നും വോൻ നിർത്താൻ ഒരുക്കമായിരുന്നില്ല. ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം അരങ്ങേറിയ ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയം കളി ഇന്ത്യക്ക് അനുകൂലമാക്കാൻ വേണ്ടി മനഃപൂർവ്വം തെരഞ്ഞെടുത്തതാണെന്നും സെമിയിൽ ദക്ഷിണാഫ്രിക്കയായിരുന്നു ഇംഗ്ലണ്ടിന്റെ എതിരാളികളെങ്കിൽ ഇംഗ്ലീഷ് സംഘം കലാശപ്പോരിന് ടിക്കറ്റ് എടുത്തേനെ എന്നും വോൻ കുറിച്ചു. ഇതിന് മറുപടി പറഞ്ഞത് മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് ആണ്. വോൻ വിഡ്ഢിത്തം പുലമ്പുകയാണെന്നായിരുന്നു ഹർഭജന്റെ ട്വീറ്റ്. ടോസ് നേടിയത് മുതൽ കളി ഇംഗ്ലണ്ടിന് അനുകൂലമായിരുന്നു എന്നും പിച്ചിന്റെ ആനുകൂല്യം ഇരു ടീമുകൾക്കും ഉണ്ടായിരുന്നില്ലെന്നും ഹർഭജൻ കുറിച്ചു. എന്നാൽ കളിയിലെ എല്ലാ മേഖലയിലും ഇന്ത്യ ഇംഗ്ലണ്ടിനെ നിഷ്പ്രഭമാക്കി. യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ച് വായടച്ചിരിക്കാൻ വോനോട് ആവശ്യപ്പെട്ട ഹർഭജൻ ലോജിക്കില്ലാത്ത കാര്യങ്ങൾ എഴുന്നള്ളിച്ച് സ്വയം വിഡ്ഢിയാവരുത് എന്ന് മുൻ ഇംഗ്ലീഷ് താരത്തെ ഉപദേശിച്ചു. പിന്നീട് വോന്റെ പ്രവചനത്തിൽ സെമി കാണാത്ത ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ തകർത്ത് T20 ലോക കിരീടം ചൂടുകയും ചെയ്തു. 2021 ജാഫർ വോൺ സോഷ്യൽ മീഡിയ യുദ്ധം ആരംഭിക്കുന്നത്. അന്ന് IPL സീസൺ അരങ്ങേറുമ്പോൾ മുംബൈ ഇന്ത്യൻസ് ടീം ഇന്ത്യൻ ദേശീയ ടീമിനേക്കാൾ മികച്ച സംഘമാണെന്ന് വോൻ എക്സിൽ കുറിച്ചു. വോന് മറുപടിയുമായി ഉടൻ ജാഫർ രംഗത്തെത്തി. 4 വിദേശ താരങ്ങളെ ദേശീയ ടീമിൽ കളിപ്പിക്കാൻ മാത്രം ഭാഗ്യം എല്ലാ ദേശീയ ടീമുകൾക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ എന്നായിരുന്നു ജാഫറിന്റെ മറുപടി. ഇംഗ്ലീഷ് ടീമിലെ പല കളിക്കാരും രാജ്യത്തിന് പുറത്ത് ജനിച്ചവരാണെന്നായിരുന്നു ജാഫറിന്റെ സൂചന. ഇത് ശരിക്കും വോന് കൊണ്ടു. പിന്നെ ജാഫറിനെതിരായി വോന്റെ അറ്റാക്ക്. ടെസ്റ്റ് ക്രിക്കറ്റിൽ വോൻ നേടിയ ആദ്യ വിക്കറ്റ് വസീം ജാഫറിൻ്റെതായിരുന്നു. 2002 ലോർഡ്സിൽ വെച്ചായിരുന്നു അത്. ലോർഡ്സിൽ ഞാൻ നിങ്ങളെ പുറത്താക്കിയതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇനിയും നിങ്ങൾ ഉണർന്നെഴുന്നിട്ടില്ലേ എന്ന് വോൻ ജാഫറിന് മറുപടി നൽകി. അവിടെ നിന്നങ്ങോട്ട് വോൻ ജാഫർ പോര് സോഷ്യൽ മീഡിയയിൽ രസകരമായ ഒരു അധ്യായമാണ്. കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം അരങ്ങേറുമ്പോൾ വാങ്കഡെ സ്റ്റേഡിയത്തെക്കുറിച്ച് വോനിട്ടൊരു പോസ്റ്റ് വൈറലായി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പിച്ചായ വാങ്കഡയിൽ വസീം ജാഫറിന്റെ ആവറേജ് 7.75 ആണെന്നായിരുന്നു വോന്റെ പോസ്റ്റ്. ഉടൻ ജാഫറിന്റെ മറുപടി എത്തി. അതേ മൈക്കിൾ, വാങ്കഡെ ഒരു ബാറ്റിംഗ് പറുദീസയാണ്. അവിടെ കളിച്ച മത്സരങ്ങളിലൊന്നും എനിക്ക് തിളങ്ങാനായിട്ടില്ല എന്നത് ശരി തന്നെ. ചിലപ്പോൾ വലിയ വെല്ലുവിളികൾ നേരിടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാകാം. ഏതുപോലെ എന്നാൽ ഹോം എവേ ടെസ്റ്റ് മത്സരങ്ങളിൽ ഡബിൾ സെഞ്ചുറിയും ട്രിപ്പിൾ സെഞ്ചുറിയും ഒക്കെ അടിച്ചെടുക്കുന്നത് പോലുള്ള വലിയ വെല്ലുവിളികൾ. ഈ അനുഭവങ്ങളൊന്നും നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് അത് കാര്യമാക്കണ്ട. 4 വർഷം മുമ്പ് ആരംഭിച്ച രസകരമായ ഈ വാഗ്വാദം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.